എന്തിനാ എക്സൻവൈയിൽ ജോയിൻ ചെയ്ത്? ആര് നിർബന്ധിച്ചിട്ടാ ജോയിൻ ചെയ്ത്? സ്വന്തം നിർബന്ധത്തിലാ ജോയിൻ ചെയ്തത്. 6ാം ക്ലാസ്സിന് ജെഇ പോകണമെന്നാണ് ആഗ്രഹം. ഓക്കെ, എന്താ ജെഇക്ക് പോകണമെന്ന് തോന്നാൻ കാരണം? ഞാൻ കണ്ടു NSTSC എക്സാമിലും UIMOയിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ടോപ്പർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ തന്നെ ടോപ്പ് 10 റാങ്കിൽ വന്നിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം. എങ്ങനെയാ എക്സാമിലോട്ട് എത്തിയത്? ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ സ്കൂളിൽ പോയിട്ട്? എന്താണ് അയാൻ എന്താ ജോയിൻ ചെയ്യാൻ കാരണം? IIT പോണോ? IIT മദ്രാസിലാ? എവിടുന്ന് IIT മദ്രാസ് കിട്ടിയത്? എന്താണ് എക്സാൻവൈയിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ? എന്താണ് ഇന്ന് നമ്മുടെ ഓഫീസിലോട്ട് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫാക്കൽറ്റീസിന്റെ ടീമിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ 3 മിടുക്കരായിട്ടുള്ള കുട്ടികൾ വന്നിരിക്കുകയാണ്. ആരൊക്കെയാണ്? ഫൈസാൻ, ഇഹാൻ ആൻഡ് അയാൻ. ഓക്കെ, 3 ആളുകളും വന്നിട്ടുണ്ട്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 ആളും 7th പഠിക്കുന്നത് അല്ലേ? എത്ര കാലം എക്സാൻവൈയിൽ ചേർന്നിട്ട്? 6th മുതല് കഴിഞ്ഞ വർഷം തന്നെ ചേർന്നതാണ്. ഓക്കെ, അപ്പോ ഇഹാന് സൗദിന്നാ വരുന്നത് അല്ല, കുവൈത്തിലാണ് ഇപ്പൊ. റൈറ്റ്, നിങ്ങൾ രണ്ടാളും നാട്ടിൽ തന്നെ. ഏത് സ്കൂളാ? കാലിക്കറ്റ് ലോയോള സ്കൂളില്. ഇഹാന് കുവൈത്തിൽ ഏത് സ്കൂളാ? ഓൺലൈൻ സ്കൂളാണ്. 21K ഓൺലൈൻ സ്കൂളാണ്. നവഭാരത് സ്കൂള് ഇവിടെ പറമ്പിൽ പീടിക. ഓക്കെ, റൈറ്റ്. എന്തിനാ എക്സൻവൈയിൽ ജോയിൻ ചെയ്ത്? ആര് നിർബന്ധിച്ചിട്ടാ ജോയിൻ ചെയ്ത്? ഞാൻ എനിക്കെന്നെ ജെഇ അങ്ങനത്തെ എനിക്ക് തോന്നി. എത്രാം ക്ലാസ് തോന്നി? 6ാം ക്ലാസ്. 6ാം ക്ലാസ്സിന് ജെഇ പോകണമെന്നാണ് ആഗ്രഹം. സ്വന്തം നിർബന്ധത്തിലാ ജോയിൻ ചെയ്തത്. ഉറപ്പാണോ? സത്യം പറയണം, ഇവിടെ നുണ പറയാൻ പാടില്ല. ഒപ്പം എന്താ പറയാ, എന്റെ ആന്റിയും പറഞ്ഞു. ഓക്കെ, എന്താ ജെഇക്ക് പോകണമെന്ന് തോന്നാൻ കാരണം? കാരണം എനിക്ക് എന്താ പറയാ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന ഒരു ഡ്രീമായിരുന്നു. എവിടുന്നാ ഡ്രീം വന്നത്? അത് ചെറുപ്പത്തില്. ഇപ്പൊ ഇത് ആൾറെഡി ചെറുപ്പമാണ് നിങ്ങളൊക്കെ. ഞാൻ എവിടുന്ന വന്നത്? ചെറുപ്പത്തിൽ പെട്ടെന്നൊരു ദിവസം ഉറക്കത്തിൽ കണ്ടാണോ? കൊറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ജയിലൊക്കെ പോണ കണ്ടപ്പോ എനിക്കും അങ്ങനെ. ആരെ കണ്ടത് ജയിൽ പോണത്? ഓരോരോ എക്സാൻവൈന്റെ അങ്ങനെ ചാനലിൽ വീഡിയോസ് വരുമ്പോ. എക്സാൻവൈന്റെ ചാനലിലെ വീഡിയോസിൽ കണ്ടതാ അങ്ങനെ ജയിക്കൊക്കെ പോണുണ്ട്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ എന്താ ആഗ്രഹം എന്താ ഇഹാന്റെ? എനിക്ക് ഏതെങ്കിലും ഒരു നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. എന്ത് എഞ്ചിനീയറിംഗ് പഠിക്കണ്ടേ? അല്ല, സയന്റിസ്റ്റ് ആവാൻ ആഗ്രഹം. അപ്പൊ സയൻസ് ആണ് ഇഷ്ടം. എന്താ നിങ്ങളുടെ ആഗ്രഹം എന്താ? ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആവണം. നിന്നെ ആരെ നിർബന്ധിച്ചിട്ടാ ചേർത്തത്? എനിക്ക് ഫെമിനമെന്റ് ഇങ്ങനെ ഒരു എക്സാൻവൈ ലേണിംഗ് ഉണ്ട്, അങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ചേരാൻ. കാരണം ഈ ഒരു 7th വന്ന സമയത്ത് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ ചേർന്നാൽ മതി. കാരണം കഴിഞ്ഞ വർഷം പിന്നെ ഇപ്പോ ഇവിടെ ഈ എക്സാൻവൈയിൽ നിങ്ങൾ എടുക്കുന്ന ചാപ്റ്റേഴ്സ് തന്നെ നമുക്ക് സ്കൂളിലും സെയിം ഉണ്ട്. അത് ചില സമയത്ത് എക്സാൻവൈയിലായിരിക്കും ഫസ്റ്റ് എടുക്കുന്നതാവുക, പിന്നെ സ്കൂളിലായിരിക്കും ചിലപ്പോൾ ഫസ്റ്റ്. അങ്ങനെ ഒരു ടൈം ലൈൻ മാത്രം. അല്ലാതെ സെയിം ഇപ്പോ ഫിസിക്സിൽ ഹീറ്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ടായിരുന്നു, അത് നമുക്ക് സ്കൂളിലുണ്ട്. അതൊരു സെക്കൻഡ് ടേം നമ്മൾ എടുക്കുന്നുണ്ടാവുള്ളൂ. ചാപ്റ്റേഴ്സ് ഒക്കെ സെയിം ആണ് നമുക്ക്. അപ്പോ എന്താ എക്സാൻവൈ ജോയിൻ ചെയ്യാൻ കാരണം എന്താ? എക്സാൻവൈ ജോയിൻ ചെയ്യാൻ കാരണം നമുക്കൊരു എന്തായാലും സ്കൂളിൽ പോകുന്നുണ്ട്. ഇപ്പൊ കൂടെ നമുക്ക് സെയിം ചാപ്റ്റേഴ്സ് ആണല്ലോ, അപ്പൊ ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടിക്കോട്ടെ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ സ്കൂളിൽ പോയിട്ട്? ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്താണ് ഇമ്പ്രൂവ്മെന്റ്? സയൻസിൽ അങ്ങനെ കുറച്ച് മാർക്ക്. ടീച്ചർമാരൊക്കെ ചോദിക്കാറുണ്ടോ? ടീച്ചർമാർ ചോദിച്ചാല് ഞാൻ ഒരു പ്രാവശ്യം ഒരു ആൻസർ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കും നിങ്ങൾ എവിടുന്ന ഈ ആൻസർ പഠിച്ചിട്ടുള്ളത്? അപ്പൊ ഞാൻ പറയും ഒരു എക്സാൻവൈ ലേണിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ഞാൻ അതിൽ ചേർന്നിട്ടുണ്ട്. ഈ സ്കൂളിൽ എടുക്കുന്ന സെയിം ചാപ്റ്റേഴ്സും ആയി തന്നെ സെയിം CBSE ബോർഡിലാണ്. അങ്ങനെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനേക്കാളും ഡീപ്പായിട്ട് നമ്മൾ പോവാറുണ്ട് അല്ലേ? എന്താണ് അയാൻ എന്താ ജോയിൻ ചെയ്യാൻ കാരണം? IIT മദ്രാസിലാ? IIT മദ്രാസിൽ എവിടുന്ന IIT മദ്രാസ് കിട്ടിയത്? ഞാൻ എക്സാമിന്റെ വീഡിയോസ് കാണാറുണ്ടായിരുന്നു. മെൻഡറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ IIT പോകണമെന്നാണ് ആഗ്രഹം. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. IIT പോവില്ലേ? പോവും. എങ്ങനെയുണ്ട് പഠിക്കാൻ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെ പോകണം? നല്ല ഈസിയാണ്. ഇപ്പൊ സ്കൂളിൽ ക്ലാസ് ഉണ്ടാവും എടുക്കുമ്പോ നല്ല ഈസിയാ. സ്കൂളിൽ ഈസിയാണ്. അപ്പോ എന്താ സ്കൂളിൽ നിന്ന് എന്താ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ടോ? ഒരു ഫ്രണ്ട് ഉണ്ട് എക്സാമില് 7th. ഓക്കെ, 2 കുട്ടികൾക്ക് ചേരണം പറഞ്ഞു. ചേരണമെന്നുണ്ടോ? വേഗം ചേർക്ക്. നമ്പർ എടുത്തണം. ഓക്കെ ഓക്കെ, നിന്നെ കണ്ടിട്ടാ ചേരണമെന്ന് പറഞ്ഞു. നീ ആൻസർ ഒക്കെ പറഞ്ഞിട്ടാ? വേറെ ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ പറയും ക്ലാസ്സിൽ അല്ലേ? അവർക്ക് ചേരണം തോന്നുന്നു. ഓക്കെ, അപ്പൊ 3 ആളൊരു എഞ്ചിനീയർ അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആവണം എന്നൊക്കെയാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഫിസിക്സ്. എനിക്കോ? ഇഹാനോ? എനിക്ക് ബയോളജി.
സയൻസ് മൊത്തത്തിൽ ഇഷ്ടമാണ്. ഇഹാന് ഞാൻ കണ്ടു NSTSC എക്സാമിലും UIMOയിലൊക്കെ സ്റ്റേറ്റ് ലെവൽ ടോപ്പർ ആയിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ തന്നെ ടോപ്പ് 10 റാങ്കിൽ വന്നിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ വർഷം? എങ്ങനെയാ എക്സാമിലോട്ട് എത്തിയത്? അത് പറഞ്ഞ മെയിൻലി എക്സാം വൈൻ തന്നെ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ ഫുൾ ഓൾമോസ്റ്റ് എക്സാമിലാവും. പിന്നെ അപ്പം അവര് UIMOനൊക്കെ അവര് തരുന്ന ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്യാൻ തരും. അപ്പൊ അതും ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ NSTSC പറഞ്ഞാൽ നാഷണൽ ലെവൽ സയൻസ് ടാലന്റ് സെർച്ച് എക്സാം ആണ്. UIMO എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് ഇന്റർനാഷണൽ മാത്സ് ഒളിമ്പിയാഡ് ആണ്. അതിലാണ് സ്റ്റേറ്റ് ലെവൽ ടോപ്പേഴ്സ് ആയിട്ട് ആര് വന്നിട്ടുള്ളത്? ഇഹാന് വന്നിട്ടുള്ളത്. എന്നിട്ട് ബയോളജിയാണ് ഇഷ്ടം, മാത്സ് ഒളിമ്പിയാഡൊക്കെ എഴുതിയിട്ട്. മാത്സ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ചില ടോപ്പിക്സ് ഇഷ്ടമല്ല. അത് ഏത് ടോപ്പിക്കാ? അൽജബ്ര. ആൽജിബ്ര. എന്നിട്ട് ഈ ആൽജിബ്ര ഇഷ്ടമില്ലാതെയാണ് ഈ റാങ്ക് ഒക്കെ വാങ്ങുന്നത്? അത് ചെയ്യാറിയല്ലേ? ചെയ്യാറ്, പക്ഷെ പ്രോപ്പർ എന്താ പറയാ കറക്റ്റ് എനിക്ക് എന്താ പറയാ ഇഷ്ടം മാത്സിനെക്കാളും ബയോളജിയാണ്. അതെന്താ ബയോളജിനോട് ഒരു ഇഷ്ടം? ബയോളജി പറഞ്ഞ എളുപ്പമാണ് പഠിക്കാൻ എനിക്ക്, കാരണം കാണാതെ പഠിച്ചാൽ മതി. പിന്നെ മെയിൻലി സുഖമാണ് എക്സാമിനൊക്കെ. എന്നിട്ടാണ് നമ്മൾ ഇപ്പോൾ ബയോളജി പഠിച്ച് ഡോക്ടർ ഒന്നും ആവേണ്ട, എന്നിട്ട് നമ്മൾ സയന്റിസ്റ്റ് ആവണമെന്ന് പറഞ്ഞ് അതെന്താ അങ്ങനെ? എൻ്റെ ഡ്രീം അങ്ങനെയാണ്, സയന്റിസ്റ്റ് ആവണമെന്ന്. സയന്റിസ്റ്റ് ആവണമെന്നാണ്. എന്തിനാണ് റിസർച്ച് ചെയ്യേണ്ടത്? എനിക്ക് ലൈക്ക് എന്താ പറയാ തിയറീസ് ഒക്കെ. ഏത് സബ്ജക്ട്സിലെ തിയറീസ്? എനിക്ക് മീൻസ് മിസ്റ്ററീസ് ഒക്കെ ഇഷ്ടമാണ്. മിസ്റ്ററീസ് ഒക്കെ ഇഷ്ടമാണ്. ലൈക്ക് എന്താ ഒരു എക്സാമ്പിൾ പറയോ? ഇപ്പോ പിരമിഡ് ഓഫ് ഗീസ അങ്ങനത്തെ. പിന്നെ വേറെ എന്താ പറയാ വേറെ തിയറി പറഞ്ഞ ഏലിയൻസിനെ കണ്ടെത്താൻ റിസർച്ച് വേണമെന്നാണോ? ഏലിയൻസ് ഉണ്ടോ ശരിക്കും? ഞാന് വിചാരിക്കണ 90% ഉണ്ടാവുന്ന. എന്താ കാരണം? എന്താ? ഞാൻ അവിടെ ഇവിടെയൊക്കെ കുറെ എന്താ പറയാ അതിനെ പറ്റി അങ്ങനത്തെ വീഡിയോസ് ഒക്കെ നോക്കിയപ്പോ മോസ്റ്റ്ലി എനിക്ക് മനസ്സിലാവണം, നമുക്കറിയില്ല പെർഫെക്റ്റ്, പക്ഷെ ചാൻസ് ഉണ്ട് എന്നാണ്. ചാൻസ് ഉണ്ട് അല്ലേ? എങ്ങനെ ഇപ്പൊ ഏലിയൻസിനെ കണ്ടെത്താൻ റിസർച്ച് നടത്താൻ ഇഹാന് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ബയോളജിയിലൊക്കെ ഒരു റിസർച്ച് നടത്താൻ നല്ല താല്പര്യമുണ്ട്. എന്നിട്ട് കണ്ടുപിടിക്കണം. യെസ്, ഓക്കെ. എന്താണ് എക്സാം വൈൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ നിങ്ങളുടെ ലൈഫിൽ മൊത്തത്തിൽ? എന്താണ്? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്താ ഇമ്പ്രൂവ്മെന്റ്? പഠനത്തിലൊക്കെ കുറച്ചുകൂടെ ഈസിയാണ്, പിന്നെ ഒപ്പം മാർക്സ് ഒക്കെ കൂടുതൽ ഉണ്ടാവുന്നുണ്ട്. തന്നെ. എന്താണ് ഫൈസാന് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എക്സാം വൈലിൽ എടുക്കുന്ന സെയിം ചാപ്റ്റേഴ്സിന് അപ്പോൾ ഒന്നും കൂടെ ഇപ്പോൾ ഫസ്റ്റ് സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പോൾ ഓപ്പൺ ആണ്, സമയത്ത് കാണാം, വേണമെങ്കിൽ ആ സമയത്ത് കാണാം. ഓക്കെ ഓക്കെ. അപ്പം കുറച്ചുകൂടി ഈസിയർ ആവുന്നുണ്ട് കാര്യങ്ങൾ. അയാനോ? എനിക്കും തന്നെയാണ്, എക്സാം സെയിം സിലബസ് തന്നെയാണ്. പിന്നെ എന്താ നമ്മുടെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ടീച്ചേഴ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ? ടീച്ചർ ഇവിടെ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം? എനിക്ക് എല്ലാവരും ഈക്വൽ. എനിക്ക് എല്ലാവരും ഈക്വൽ ആണ്. ഓക്കെ. ആരാണ് സ്ട്രിക്റ്റ് ക്ലാസ്സിൽ ഏറ്റവും സ്ട്രിക്റ്റ്? അങ്ങനെ പറയാൻ ധൈര്യമായി പറഞ്ഞു, ഇവിടെ ആരും കേൾക്കില്ല. സ്ട്രിക്റ്റ് എനിക്ക് ആരും തോന്നിയിട്ടില്ല. ആരും തോന്നിയിട്ടില്ല? ആരോ തോന്നിയിട്ടുണ്ടല്ലോ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്താണ് മെന്റേഴ്സ് ആരൊക്കെ? തന്നെ. എങ്ങനെയാണ് ഒരു മെന്റർഷിപ്പ്? എങ്ങനെയുണ്ട് സംഭവം? നല്ല സപ്പോർട്ട് ചെയ്യും. എന്താ സപ്പോർട്ട് ചെയ്യല്? എന്താ പരീക്ഷ മാർക്ക് കുറഞ്ഞാല് എന്നാലും ഇനി അടുത്ത പരീക്ഷക്ക് നോക്കാം. അതാണ് സപ്പോർട്ട്? മാർക്ക് കുറഞ്ഞാൽ മാത്രമുള്ള സപ്പോർട്ടാ? നമുക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ, ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് കുറച്ച് സ്കൂളത്തെ കാര്യങ്ങളുണ്ടായിരുന്നു, ഒരു 2 ദിവസമായിട്ട് ക്ലാസ് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് മെസ്സേജ് അയച്ചു, മാമിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ മാമിന് അണ്ടർസ്റ്റബിൾ ആണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ. പിന്നെ മാം എപ്പോഴും ആയിക്കോട്ടെ ക്ലാസ് കാണണ്ടായിരുന്നോ? അപ്പൊ ഞാൻ കണ്ടു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ചോദിച്ചാലും എപ്പോ മാമിന് വിളിക്കാം, ഒരു പ്രശ്നമില്ല. എനിക്കും സെയിം നല്ല സപ്പോർട്ടാണ്. പിന്നെ ഇപ്പൊ ഇപ്പോൾ എവിടെയെങ്കിലും കുറഞ്ഞു പോയാലൊക്കെ ഇമ്പ്രൂവ്മെന്റിനൊക്കെ ഒപ്പം സപ്പോർട്ട് നല്ല സഹായിക്കുന്നുണ്ട്. ആരാണ് മെന്റർ? ആരാണ്? എൻ്റെ ലാസ്റ്റ് വർഷം സബന മാമായിരുന്നു, ഈ വർഷം കൻസാമ. ഓക്കെ. എല്ലാം നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ GCC അവിടെ ഒക്കെ ആകുമ്പോൾ സപ്പോർട്ട് കുറവുണ്ടോ ശരിക്കും, അതോ എങ്ങനെയാണ്? എനിക്ക് ഒക്കെ സെയിം ആയിട്ടാണ് തോന്നുന്നത്. റൈറ്റ്. യെസ്. ഈ പാരന്റ്സ് പറഞ്ഞത് ചിലപ്പോൾ നമ്മൾ കേൾക്കാതിരിക്കും, മെന്റേഴ്സ് പറഞ്ഞത് കേൾക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? രണ്ടാൾക്കാർ പറഞ്ഞാൽ കേൾക്കും. ഓക്കെ. ഇടയ്ക്ക് പാരന്റ്സ് അങ്ങനെ ഒരു പരാതി പറയലുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല, മെന്റേഴ്സ് പറഞ്ഞാൽ മാത്രമേ കേൾക്കണുള്ളൂ. അങ്ങനെ ഉണ്ടോ? സത്യം ഈക്വൽ ആണ് എല്ലാവരും? രണ്ടാൾ പറഞ്ഞാലും നമ്മൾ കേൾക്കും അല്ലേ? ഓക്കെ.
അപ്പോൾ നിങ്ങളുടെ ഒരു മൂന്നാളുടെ ഡ്രീം എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നല്ലൊരു IIT-ലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ എത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പഠിക്കാൻ, അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ഏത് എക്സാം എഴുതണ്ടേ? ഹാർഡ് വർക്ക് ചെയ്യണം. ഇപ്പൊ തന്നെ അതാണ് ഞാൻ 6ാം ക്ലാസ്സിൽ തന്നെ തുടങ്ങിയത്. അപ്പൊ നേരത്തെ തുടങ്ങിയല്ലേ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ട് എന്താണ് ഒരു ഫൈസാന്റെ ഫൈനൽ ഡ്രീം എന്താണ്? എനിക്ക് കാർ എന്തൂസിയസ്റ്റ് കാസിനോടാണ് ഇഷ്ടം. സോ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ഒക്കെ എനിക്ക് വലുതാൻ ഒരു കാർ കമ്പനി തുടങ്ങണം. ഒരു കാർ കമ്പനി തുടങ്ങണം. എന്തൊരു കാർ കമ്പനിയുടെ പ്രത്യേകത? കാർ കമ്പനിയുടെ പ്രത്യേകത എല്ലാവർക്കും സുഖമായിട്ട് യാത്ര ചെയ്യണം, നമ്മുടെ ലക്ഷറി ആയിരിക്കണം. അപ്പൊ ഇപ്പോഴുള്ള കാറുകളൊക്കെ ലക്ഷറി ഇല്ലേ? അത് ഉണ്ട്. ഇപ്പോഴത്തെ കാർ ഒന്നും കൂടെ നമുക്കൊരു അധികം ഓവർ ലക്ഷറി ഇല്ല, ഒരു പ്രീമിയം. ഓക്കെ. സ്പെക്കിയാണ് കാർ കമ്പനിയുടെ പേരെന്താ? സ്പെക്കിയ. അത് അങ്ങനെ പേരിട്ട്? ഞാൻ ജസ്റ്റ് ഒരു എനിക്ക് ഇങ്ങനെ ഒരു ടോക്കിയോ അങ്ങനെ പേര്. പിന്നെ ഫസ്റ്റ് കാർ സാൻഡസ്. ഫസ്റ്റ് കാർ സാൻഡസ്. അപ്പൊ സ്പെക്കിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫസ്റ്റ് കാറാണ് സാൻഡസ്. അത് എന്ത് കാറായിരിക്കും അത്? SUV ആണോ അതോ എന്താണ്, സെഡാൻ ആണോ അതോ എന്താണ്? മെയിൻലി നമ്മൾ നോക്കണം SUV ടൈപ്പാണ്. പിന്നെ നമ്മൾ ക്രോസ് ഓവർ, പിന്നെ ക്രോസ് ഓവർ SUV, പെർഫോമൻസ് ഓറിയന്റഡ്, അങ്ങനെ ഫസ്റ്റ് ടൈം SUV ആണ്. ഓക്കെ. അപ്പൊ ഫസ്റ്റത്തെ കാറിന്റെ പേര് ഇട്ടു. രണ്ടാമത്തെ കാറിന്റെ പേരിട്ടുണ്ടോ? പേരിട്ടിട്ടില്ല. ഞാൻ ഒരുപാട് കാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ ഇവിടെ ലാൻഡ്മാർക്കിന്റെ ഓപ്പോസിറ്റ് റോയൽ ഡ്രൈവ്, പിന്നെ വെറ്റിച്ചറുള്ള ഫ്ലൈ വീൽസ്, മോട്ടോർ വാഗൺ, ഒരുപാട് ഞാൻ കാണുന്നു. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഇതായിരുന്നു നജീബ് റഹ്മാൻ പറഞ്ഞ ഒരു കാറുകളുടെ റിവ്യൂ ഉണ്ട്. ഒരു ലക്ഷറി. ചുരുക്കി പറഞ്ഞാൽ എന്തായാലും ഒരു കാർ കമ്പനി തുടങ്ങി അതിന്റെ മുതലാളിയാവും. ഓക്കെ. ഇഹാമോ? എനിക്കാണെങ്കിൽ IIT അങ്ങനെ ഏതെങ്കിലും ഒരു നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകണം, എന്നിട്ട് അത്യാവശ്യം ഒരു നല്ല ജോബ് കിട്ടണം എന്നാണ് എൻ്റെ. സയന്റിസ്റ്റ് ആയിട്ട്? സയൻസ്. എന്നിട്ട് നമുക്ക് ഏലിയൻസ് ഒക്കെ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം അല്ലേ? അതാണ് നമ്മുടെ ലക്ഷ്യം. എന്താണ് അയാന്റെ ഒരു ലക്ഷ്യം? IIT അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല ജോബ് കിട്ടിയിട്ട് അങ്ങനെ ജോലി ചെയ്ത് എഞ്ചിനീയർ ആയിട്ട് ഇങ്ങനെ ജീവിക്കണം അല്ലേ? അപ്പൊ എന്തായാലും വലിയ വലിയ സ്വപ്നങ്ങളായിട്ടാണ് നമ്മുടെ കുട്ടികളോട് കടന്നു വന്നിട്ടുള്ളത്. എനിക്ക് ശരിക്കും കാണുമ്പോൾ തന്നെ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു 7ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടികൾ അവിടെ കാർ കമ്പനി തുടങ്ങണം, ഏലിയൻസ് ഉണ്ടോ എന്ന് റിസർച്ച് ചെയ്യണം, നമുക്കൊരു IIT പോയിട്ട് നല്ലൊരു ജോബ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീംസിൽ എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആശയം. നല്ലോണം വർക്ക് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇത്തരം സ്ഥലങ്ങളിലൊക്കെ. പിന്നെ വേറെ ഇവിടെ JEE പ്രോബ്ലംസ് ഇങ്ങനെ ചെയ്ത് നോക്കുന്നു. ഇതിനാ ഇപ്പൊ തന്നെ JEE പ്രോബ്ലംസ് ഒക്കെ 6ാം ക്ലാസ്സിലാണ്. അപ്പൊ കുറച്ച് വർഷം ഇപ്പൊ JEE ഓൾ ഇന്ത്യ റാങ്കിൽ കിട്ടുന്നു. പിന്നെ 6ാം ക്ലാസ്സിൽ തന്നെ അപ്പോ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പൊ നമ്മുടെ ഫാക്കൽറ്റീസ് നമ്മുടെ കുട്ടികളൊക്കെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവർക്ക് എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവിടെ എൻഡ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. താങ്ക് യു.